ഇനി നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. സാമുദായിക ചട്ടക്കൂടുകളെ പൊളിച്ചെഴുതി ഫാഷൻ റാമ്പുകളിൽ ചുവടുറപ്പിക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി. ഇടുക്കി കാന്തല്ലൂർ കുളച്ചിവേൽക്കുടിയിലെ സുധാലക്ഷ്മി. തന്റെ സമുദായത്തിലെ പുതുതലമുറയുടെ ഉന്നമനം കൂടിയാണ് സുധാലക്ഷ്മി സ്വപ്നം കാണുന്നത്. ഇന്ന് സുധയാണ് നമുക്കൊപ്പം ന്യൂസ് 3യിൽ അതിഥിയായി ചേരുന്നത്. സുധ, സ്വാഗതം ന്യൂസ് 3യിലേക്ക്. സ്വാഗതം. ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ നിമിഷമാണ്. അപ്പോൾ സുധയെ നമ്മുടെ പ്രേക്ഷകർക്കായി കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതി. എങ്ങനെയായിരുന്നു സുധ ഇത്തരത്തിലൊരു ചുറ്റുപാടിൽ നിന്ന്, ഞാൻ പറഞ്ഞത് അവിടെ സുധ ജോലി ചെയ്ത് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് ഇങ്ങനെ ഒരു റാമ്പ് എന്നൊരു സ്വപ്നത്തിലേക്ക് എത്തിയത്? തീർച്ചയായും മാം, വളരെ ഒരു സന്തോഷം കൂടിയ ഒരു വാർത്തയാണ് ഇതൊക്കെ. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ നമ്മുടെ മുതുവാൻ സമുദായത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇതിൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ നമുക്ക് കൂടുതലായിട്ടാണ് സപ്പോർട്ടിങ്ങൾ തരുന്നത്. കാരണം നമുക്ക് സിനിമ കാണുക അല്ലെങ്കിൽ സീരിയൽ കാണുക അത്രേ ഉള്ളൂ നമ്മുടെ ജനത്തിന്റെ ഇടയ്ക്ക്. ഈ മോഡലിംഗ് എന്താന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മള് പുറലോകം കൂടുതലായിട്ട് അറിയത്തില്ല. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു മോഡലിംഗ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആൾക്കാര് നല്ലൊരു സപ്പോർട്ട് തന്നപ്പോ തന്നെ എനിക്ക് നല്ലൊരു ബഹുമാനമാണ്. അതുപോലെ ഇതില് വിജയിക്കണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇത് നമ്മുടെ പിള്ളേർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിട്ട് നിൽക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പം റാമ്പിലോട്ട് ഇങ്ങനെ പോണത്. തീർച്ചയായിട്ടും ഊരിലൂടെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പൊ നമ്മൾ സൈഡിൽ കാണിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. അപ്പോൾ വലിയ അഭിമാനം തോന്നുന്ന ദൃശ്യങ്ങളാണത്. എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് നമുക്ക് ഇങ്ങനെ മോഡലിംഗ് ആയിട്ടൊന്നും അറിയത്തില്ല. കുട്ടിക്കാലം മുതലേ നമുക്ക് ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഡ്രസ് ചെയ്യുക, ഹെയർ സ്റ്റൈൽ ചെയ്യുക, മറ്റുള്ളവർക്കുടെ മുമ്പ് നന്നായിട്ട് നടക്കുക, നീറ്റായിട്ട്, അങ്ങനെ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ച ആള്. പക്ഷെ നമ്മള് മുതുവാൻ സമുദായം എന്ന് വെച്ച പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് സാരി ഉടുക്കണം, അതാണ് ഞങ്ങളുടെ രീതി. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എന്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മള് നീറ്റായിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇടാനോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാനോ നമുക്കൊന്നും പറ്റൂല. അപ്പോ ഇതൊക്കെ മാറി കടന്നു വന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് കിട്ടി എനിക്ക്. നമ്മുടെ ST പെട്ട തന്നെ ഒരു വ്യക്തിയായിരുന്നു, നമ്മുടെ സാറായിരുന്നു, MRC വർക്ക് ചെയ്യുന്ന അരുൺ സാറായിരുന്നു ഫോൺ കോൾ വിളിച്ചത്. ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് സുധ, നീ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് വലുതായിട്ട് നമുക്ക് അറിയത്തില്ല, ഇതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല, മോഡലിംഗ് എന്താന്ന് പോലും അറിയത്തില്ല. അപ്പൊ TV-ല് യൂട്യൂബിലാണെന്ന് ഞാൻ കാണുന്നത്. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ സെലക്ട് ആയിപ്പം അങ്ങോട്ടോ ക്രോമിലൊക്കെ പോയപ്പം ഓക്കെ ആയി, വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് സാധിച്ചു. അപ്പൊ സുധ ആദ്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം തന്നെ സുധയ്ക്ക് സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഊരിലൊക്കെ ആകുമ്പോൾ അവിടെ ഒരുപാട് പേര് എതിർക്കാനൊക്കെ കാണുമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമുദായത്തിൽ നിലനിൽക്കുന്ന അവര് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ കാര്യങ്ങളുണ്ടാകും. അപ്പൊ അതിനെതിരാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ടും കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞപ്പോ? ഇത് നമ്മള് മോഡലിംഗ് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല. അറിയാത്ത സമയം ഞാന് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാഷൻ ഷോ ഒക്കെ കാണും, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് ആഗ്രഹിച്ചാലൊന്നും കിട്ടാത്ത സാഹചര്യം എനിക്കുണ്ട്. അതുപോലെ എന്ത് കാരണം എന്ന് വെച്ചാ ഇവിടെ തന്നെ എനിക്ക് കുറെ നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ അച്ഛന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് എനിക്ക് ആദ്യം പേടിച്ചിട്ടാണ്. കാരണം നമ്മുടെ കുടിയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് സാരി മാത്രമാണ് ഉടുക്കേണ്ടത്, ബാക്കി ഒരു ഡ്രസ്സൊന്നുമില്ല. പഠിക്കുന്ന കാലം ഇപ്പോഴാണ് ഞങ്ങള് ഈ പുറം ലോകമൊക്കെ കുറച്ച് അറിയുന്നത്, പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതിനൊക്കെ പിള്ളേര് പോകുന്നുണ്ട്, കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. ഈ മോഡലിംഗ് ഒക്കെ പോകുമ്പോഴേ നമ്മുടെ കുടിയിലുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് അറിയത്തില്ല അവർക്ക്.
അങ്ങനത്തെ പക്ഷം വന്നപ്പം അച്ഛനമ്മയെ ഞാന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഉം, പിന്നെ അച്ഛനമ്മ നമുക്കൊരു ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഉം, പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് പ്രോഗ്രാമിൽ പോയി പങ്കെടുത്ത് 2 പ്രോഗ്രാം കഴിഞ്ഞ് ഉം, വീട്ടിൽ എത്തി. ഇനി ഗ്രാൻഡ് ഫിനാലേക്കാണ് ഞാൻ പോണത്. ഉം, അപ്പൊ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഉം, പക്ഷെ നമ്മള് മീഡിയയിലൊക്കെ കുറെ കാര്യങ്ങൾ വന്നപ്പോ നമ്മുടെ കുടിയിൽ ഇതുവരെയായിട്ട് ഒരു ആരും പറഞ്ഞിട്ടില്ല. ഉം, ഇപ്പം ഇന്നലെ മുതൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കി മുതുമനസ്സിലായിട്ട് എല്ലാരും നമ്മുടെ ചുറ്റും മറയൂര്, കാന്തല്ലൂർ ഈ ഭാഗം ഒക്കെ നമ്മൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഉം, എല്ലാരും ഉം, എല്ലാരും ഉം, ഉം. പിന്നെ അച്ഛനും ഇപ്പം ഫുൾ സപ്പോർട്ട് നമുക്ക് അച്ഛനമ്മ ആയതുകൊണ്ടാണ് ഈ വേദിയിൽ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ പോയ സമയത്തുള്ള അനുഭവം ഇപ്പോൾ സുധ തന്നെ പറഞ്ഞു, സുധയ്ക്ക് റാമ്പ് വാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മോഡലിങ്ങിനെ കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ലായിരുന്നു. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സ് ചെയ്ത് നടക്കാനും അതിനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചത് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത് എന്നും സുധ പറഞ്ഞു. എന്നാലും ഒരു എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു ആദ്യം ചെന്നപ്പോൾ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ, നല്ല ഡ്രസ്സ് ഇടുമ്പോൾ? അത് തീർച്ചയായിട്ടും എന്താ പറയണെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും അതൊരു ഹാപ്പിനെസ് ആണ്. എനിക്ക് ഞാൻ സാധിക്കാത്തതാണ്. എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതോ ഡ്രസ്സ് നല്ല നീറ്റായിട്ട് ഇടുന്നതോ ഒന്നും സാധിക്കാത്തതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ആഹ് മറ്റുള്ള ആൾക്കാർക്കുടെ മുമ്പ് ഞാൻ നിന്നപ്പം എനിക്ക് തന്നെ ഒരു മാറ്റങ്ങൾ തന്ന്. ഉം, നമുക്ക് സാധിക്കാത്തതൊന്നും സാധിച്ചു കിട്ടി ഉം, എന്ന് തോന്നി. ഉം, ആഹ് പിന്നെ ക്രോമിങ്ങിൽ പോയപ്പം ചെറിയൊരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ അമ്പലത്തിൽ ഒരു ചെറിയൊരു ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു. ഉം. ഈ ആഴി ഇറങ്ങുക എന്നൊക്കെ പറയുന്നുള്ളൂ. ആ, ആ. അത് തീയിലൊക്കെ ചവിട്ടിയാണ് ആ നോമ്പ് കഴിയുന്നത്. ഉം, ഉം. അപ്പോ 2 മാസത്തേക്ക് ഞാൻ വ്രതമായിരുന്നു. ആ. അപ്പൊ ചെരുപ്പിട്ടില്ല, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഉം, ആ സമയമാണ് എനിക്ക് മെയ് 12-ാം തീയതിക്ക് ഇവിടെ ക്രോമിംഗ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഫോൺ വിളിച്ചത് അറോറ ഫിലിം ടീം. ഉം, ഉം, അപ്പം എനിക്ക് നോമ്പ് അന്നത്തെ നൈറ്റ് ആയിരുന്നു. ഉം, അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഉം, പക്ഷെ 12-ാം തീയതിക്ക് തന്നെ കൃത്യസമയമായിരുന്നു. ഉം, ട്രെയിനിങ് അന്നേ ദിവസം, പ്രോഗ്രാമും അന്നേ ദിവസം ആയിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. ഉം, കാരണം ഞാൻ ആഗ്രഹിച്ചതാണ് ഉം, ഈ പ്രോഗ്രാം. ഉം, വലിയൊരു എനിക്ക് ജീവൻ കിട്ടിയതുപോലെ ഒരു ഫീലാണ് ഈ പ്രോഗ്രാം എനിക്ക് കിട്ടിയത്. ഉം, അപ്പോ അങ്ങനെ വന്നപ്പോ എനിക്ക് ഏതായാലും അമ്പലത്തിൽ പോണം. ഉം, അമ്പലത്തിൽ പോണം, നേർച്ച കഴിയണം, അല്ലെങ്കിൽ പ്രോഗ്രാമിനും പോണം. ഉം. ഇതിൽ ഏതാ സാധിക്കുന്നതെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ഉം, ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഉം, പിന്നെ അവസാനം നമുക്ക് അറോറ ഫിലിം ടീം അവരൊക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഉം, അല്ല, മെയ് 13-ാം തീയതി രാവിലെ എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ രാത്രി 12 മണിക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ തീയില് ചവിട്ടിയിട്ട് വീട്ടിൽ വന്ന് 2 മണിക്ക് വീട്ടിൽ എത്തി. ഉം, തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലാണ്. ആ തീയില് ചവിട്ടിയിട്ട് വന്നിട്ട് 2 മണിക്ക് ഇവിടെ വീട്ടിൽ എത്തി. ഉം, പിന്നെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഉം, ഇറങ്ങി അങ്ങോട്ട് ട്രെയിനിങ് പോയി. ഉം, അപ്പോ വലിയൊരു ഹീറ്റ്സ് ഇട്ടിട്ടാണ് ഞാൻ ട്രെയിനിങ് ചെയ്തത്. ഉം, പെട്ടെന്ന് ഒരു എന്താ പറയണെന്ന് അറിയത്തില്ല. എല്ലാ സങ്കടങ്ങളും, കുറെ സങ്കടങ്ങളൊക്കെ എന്റെ ലൈഫിൽ നടന്നതാണ്. ഉം, പെട്ടെന്ന് ഇങ്ങനെ തീരെ ചവിട്ടിയിട്ട് വന്നിട്ട് ഒരു ഉം, ഹീൽസ് ഇട്ടിട്ട് നിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം എന്നെ കൊണ്ട് സാധിക്കും, ഇനി സാധിക്കും എന്നൊക്കെ ഒരു ഉറപ്പ് എനിക്ക് തന്നെ വന്ന്. ഉം, ഉം, പിന്നെയാണ് നമ്മള് ഏതായാലും നമ്മള് മനുഷ്യനല്ലേ, ഉം, ശ്രമിക്കാത്തത് ഒന്നുമില്ല ഉം, ലോകത്ത്. ഉം, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഉം, അന്ന് തന്നെ എനിക്ക് ഞാൻ ഇതിന് 1 കൊല്ലത്തിന് മുമ്പൊക്കെ ഞാൻ ജനിച്ചതിന് ഞാന് എന്തിനാണ് ഞാൻ ജനിച്ച ഈ ഭൂലോകത്തെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഉം, തീർച്ചയായിട്ടും ഈ ഇട്ടിട്ട് ഈ തീയിട്ടിട്ട് വന്നപ്പോ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉം, ശരിക്കും എന്റെ ജീവിതത്തിൽ മാറ്റം വന്നു. ഉം, 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 അതൊക്കെ നമ്മുടെ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഉം, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഉം. ഓക്കെ. അപ്പോൾ ആ വേദന, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വേദനയെക്കുറിച്ചാണ് പറഞ്ഞത്. അത് രണ്ടും പക്ഷേ ഹീലിൽ കയറി നിൽക്കുമ്പോൾ ഒരു ഉയർച്ച എന്ന് പറയുന്നത് സുധയുടെ, അക്ഷരാർത്ഥത്തിൽ സുധയുടെ ഒരു ഉയർച്ച തന്നെയായിരുന്നു അത്. അന്ന് ആ തീരുമാനമെടുത്ത് എന്തായാലും ഞാൻ പോകും എന്നുള്ള തീരുമാനമെടുത്ത് ഇപ്പോൾ ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ് സുധ. സുധയുടെ വഴി ഇതാണ് എന്ന് ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി മുന്നോട്ട് എന്നുള്ളത് തന്നെ, പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്.
നമുക്ക് ജസ്റ്റ് സുധാലക്ഷ്മി എന്ന ഇപ്പോഴത്തെ സുധാലക്ഷ്മി എന്ന് കുറച്ച് പുറകിലേക്ക് പോവുകയാണെങ്കിൽ സുധ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് സ്വന്തമായിട്ട് ഉയർന്നു പോവുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രദേശത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിലുള്ള ആളുകളെ കൂടി ഇങ്ങനെ പെൺകുട്ടികൾ കൂടി എന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയണം, അവരും ഇങ്ങനെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സുധ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു നേരത്തെ കാര്യങ്ങൾ? ഈ പഠനം നിങ്ങൾ എത്ര വരെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്? അവിടുത്തെ പെൺകുട്ടികളൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു? സുധ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? തീർച്ചയായും മാം, തീർച്ചയായും. ഞാൻ 10 വരെ ഞങ്ങൾ 5 കുട്ടികളുണ്ടായിരുന്നു ഈ കുടിയില്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ സമുദായത്തെ കുറിച്ച് തെറ്റൊന്നായിട്ടല്ല, ഇത് ഞങ്ങൾ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടാണ്. ഞങ്ങൾ ആദ്യകാലത്ത് പഠിക്കുന്ന ഒരു ഇതില്ലായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ ഞങ്ങള് ഒരു 5 കുട്ടികളെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് കുട്ടികളൊക്കെ നിർത്തി. പിന്നെ നമ്മുടെ അച്ഛനമ്മയൊക്കെ ഏതായാലും മുമ്പോട്ട് പോകണമല്ലോ, കൊച്ചിന് നല്ല ജീവിതം കിട്ടണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ വിട്ട്. പിന്നെ പഠിക്കാൻ +1 +2 ഒക്കെ പോയപ്പം അച്ഛനമ്മയൊക്കെ കുറെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം പെൺകുട്ടികൾ എന്തിനാ പഠിപ്പിക്കണ, 10 കഴിഞ്ഞിട്ട് എന്തിനാ പഠിപ്പിക്കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അങ്ങനെ കുറെ വിഷമത്തിലായിട്ടുണ്ട്. എന്നാലും അച്ഛന്റെ ധൈര്യം ഒന്നും വിട്ടിട്ടില്ല. കാരണം കൊച്ചിനെ പഠിപ്പിക്കണം, മുമ്പോട്ട് കൊണ്ടുവരണം, അങ്ങനത്തെ ഒരു ചിന്തയിലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? അവര് നമുക്ക് കൃഷി സ്ഥലമൊക്കെ ഉണ്ട്, ജോലിക്ക് പോകണം. അപ്പോ നമ്മൾക്ക് അങ്ങനെ പഠിക്കാൻ പോയി. പിന്നെ ഞാൻ ലാബ് ടെക്നീഷ്യൻ എടുത്ത് നഴ്സിംഗ് പഠിച്ച്. പിന്നെ അവസാനം ഇവിടെ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത്, അതാമില്. പിന്നെ അവിടെയൊക്കെ നല്ലൊരു ഇതാണ്, സപ്പോർട്ടിങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു ചെറിയൊരു ആക്സിഡന്റ് ആയി. പിന്നെ അവിടത്തെ പരിപാടി നിർത്തി. പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ സങ്കടം ആയതുകൊണ്ട് കേട്ടോ വീട്ടിൽ നിർത്തിയത്. പിന്നെ കുറച്ചു കാലം 1 കൊല്ലം റെസ്റ്റിലായിരുന്നു. പിന്നെ ജോലി തിരക്കി നടന്ന കിട്ടിയില്ല, വേറെ വഴിയില്ലല്ലോ, ജീവിക്കണല്ലോ. പിന്നെ മാർഗമില്ല, കൂലിപ്പണിക്ക് ഇറങ്ങി. നമ്മളെ കൂലിപ്പണി കൃഷിപ്പണിയാണ് ഇതുവരെയായിട്ടും. ഈ മോഡലിംഗ് കിട്ടുന്ന വരെ, അതിനു മുമ്പ് വരെ ഞാൻ ഞാന് നിലവിലെ കൂലിപ്പണിയാണ്. പിന്നെ ഒരിടയ്ക്ക് MS സോമനാഥൻ ഫൗണ്ടേഷനിൽ പ്രോജക്ട് വർക്ക് ചെയ്യുമായിരുന്നു, ഇവിടെ തന്നെ നമ്മുടെ കുടിയിൽ തന്നെ. പിന്നെ എനിക്ക് ലൈഫില് കൊറേ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് പ്രശ്നങ്ങളൊക്കെ? പ്രശ്നങ്ങളൊക്കെ എല്ലാവരോടും പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? കാരണം സുധ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. പറയൂ. തീർച്ചയായിട്ടും. വന്നിട്ട് നമ്മുടെ സമുദായത്തിൽ നിന്ന് ചിലവരെ കുറ്റിച്ച് പറയുന്ന അങ്ങനത്തെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ്. എന്നാലും അനുഭവിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ സ്റ്റേജ് കിട്ടിയതിന് അവർക്കും ഒരു ബഹുമാനം ഉണ്ടല്ലോ, അവർക്കൊരു നന്ദി പറയട്ടെ, അല്ലേ? തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാൽ നമ്മളെ ദ്രോഹിച്ചവർക്ക് മുമ്പില് ഞാൻ നിൽക്കുക ഇപ്പോ. എന്നെ ഇച്ചിരി കുറ്റിച്ചൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു ഞാൻ. അപ്പോ എന്നെ ദ്രോഹിച്ചവർക്കുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട്. കാരണം അവർക്കൊരു നന്ദി പറയാം, ദ്രോഹിച്ചവർക്ക്. അവരും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. കാരണം ഈ 1.5 കൊല്ലമായിട്ട് ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാണേ ഇവിടെ. പറയണോന്ന് വേണ്ട, അല്ലേ? എന്താണ് സുധ, പറയൂ, എന്താണ് പ്രശ്നം? അത് ഇവിടെ എന്റെ പ്രായം 29 ആയില്ലേ. അപ്പം അങ്ങനെ പ്രായത്തിന്റെ പ്രശ്നമായിട്ട് കല്യാണം കെട്ടാതെ നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നത്തിലാണ്. എന്താണ് അവിടെ നിയമമുണ്ടോ 29 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ നിൽക്കാൻ പറ്റില്ല? എനിക്ക് 23 വയസ്സ് മുതൽ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാന് അല്ലെങ്കിൽ കല്യാണം അങ്ങനത്തെ വീട്ടിലൊക്കെ ഒന്നും കയറാറില്ല. ഒരു 2-3 സ്ഥലത്തിൽ പോയപ്പോ നിനക്ക് എന്തോ ദോഷമുണ്ട്, സുധ കയറി വരുന്നത് ശരിയല്ല എന്നൊക്കെ എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പിന്നെ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാറില്ല. അങ്ങനെ ഒരു വീട്ടിൽ പോയി, ഒരു കൊച്ചിന്റെ കഴിഞ്ഞ 2024 വർഷം ഒരു കൊച്ചിന്റെ വീട്ടിൽ പോയി കല്യാണമൊക്കെ കൂടി. അങ്ങനെ പോയിട്ട് വന്നപ്പോഴാണ് ചെറിയ പ്രശ്നം ഉണ്ടായി. ആ കൊച്ചിന്റെ മെന്റലി ഡിസ്റ്റർബൻസ് ആയി. ആ കൊച്ചിന് എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല. കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഒരു ചെറിയൊരു തലയ്ക്ക് സുഖമില്ലാതെ ആ കൊച്ചിന്റെ പ്രശ്നമായി. അത് അവര് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നല്ലൊരു സൈക്കോളജിസ്റ്റ് നോക്കാമായിരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നന്നായിട്ട് നോക്കാമായിരുന്നു. ഇവര് പറഞ്ഞത് ഞാൻ കേറിയിട്ടാ എന്നാണ് പറഞ്ഞത്.
വലിയൊരു രീതിക്കാണ് കൊണ്ടുപോയത്. ഉം, അത് അതൊക്കെ നമ്മുടെ ജീവിതത്തില് ഇത് ഇപ്പൊ 10-15 കൊല്ലത്തിന് മുമ്പല്ല ഉം, സംഭവിച്ചത്. ഈ ഉം, 1 കൊല്ലത്തിന് മുമ്പാണ് സംഭവിച്ചത്. ഉം, കാരണം ഇവർക്ക് ദ്രോഹിക്കാൻ ഉള്ള വഴി അതായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഉം, 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 ശരിക്കും നമുക്ക് മനസ്സിലാകുന്നില്ല അവര് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയത്തില്ലായിരുന്നു. ഉം, ഈ കൊച്ച് കല്യാണം കെട്ടാതെ എന്റെ വീട്ടിൽ വന്നിട്ട് കൊച്ചിന്റെ ഉണ്ടല്ലോ, ആ കൊച്ചിന്റെ പ്രായം 24 ഉം. അപ്പം ഞാൻ കേറിയിട്ടാണ് ദോഷമായിട്ടാണ് ആ കൊച്ചിന് ഇങ്ങനെ ആ, ആയത്. മനസ്സിലായി. അതിന്റെ ആ, ആ, മൊത്തം പ്രശ്നവും സുധ കാരണമാണെന്ന് പറഞ്ഞു. പ്രശ്നമായതുകൊണ്ട് ഉം. പിന്നെ ഞാന് അമ്പലത്തിൽ എന്തോ ഈ നേർച്ചയൊക്കെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അവര്. ഓ, എനിക്ക് മാത്രം കല്യാണം ആകുന്നില്ല, ആ ചെറിയ കൊച്ചിനൊക്കെ കല്യാണം ആകുന്നുണ്ട്, എനിക്ക് ശരി. കല്യാണം അത് ഞാൻ ചോദിക്കുന്ന ആകുന്നില്ല. സുധ, ഇതൊരു ഒരു കുടുംബമാണോ ഇങ്ങനെ പറയുന്നത്, അതോ ഒരുപാട് പേരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സുധയ്ക്ക് അനുഭവം? ഒരു ഫാമിലി തന്നെയാണ്. ഉം, അവര് ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഇവിടെ 10 കുടുംബമായിട്ടുണ്ട്, ഉം, ഉം, കുറെ ആൾക്കാർ. ഉം, അതാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതേ. ഉം, ഉം, അപ്പം അങ്ങനെ നിന്നപ്പം കുറെ എന്തൊക്കെയാ പറഞ്ഞ, പക്ഷെ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ ഒന്നും ഇല്ലല്ലോ ഉം, ജീവിതത്തിൽ. എനിക്കൊന്നും തെളിയിച്ചു കൊടുക്കാൻ ഒന്നും ഇല്ലായിരുന്നു. ഉം, പിന്നെ ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഊരുകൂട്ടമായിട്ട് എല്ലാരെയും വിളിച്ച് നമ്മുടെ കുടിയിലല്ലാതെ ചുറ്റിക്കര കുടിയിലൊക്കെ എല്ലാ ഗ്രാമവാസികളൊക്കെ വന്ന്, വലിയ മൂപ്പന്മാരൊക്കെ വന്ന് ഉം, പെട്ടെന്ന് ഇത് പഞ്ചായത്ത് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ, ഉം, ഉം. ഊരുകൂട്ടം ആ, കൂടുന്നതേ. മനസ്സിലായി. ഉം, ഉം, അപ്പൊ ഞങ്ങള് പെട്ടെന്ന് അറിയത്തില്ലായിരുന്നു ഈ ഊരുകൂട്ടത്തിനൊക്കെ നമ്മള് പെൺമക്കളെ വിളിക്കൂല ഉം, അവിടെ. ഉം. എല്ലാ ആണുങ്ങളാണ് തീരുമാനിച്ച് തീർക്കുന്നത് ആ, ആ, തീരുമാനങ്ങളൊക്കെ. ഉം, അപ്പൊ പെട്ടെന്ന് എന്നെയും അമ്മേനെയും വല്യമ്മേനെ വിളിച്ച് ഉം, ഞാന് ഇങ്ങനെ മുമ്പോട്ട് പഞ്ചായത്തിലോട്ട് വരണം, ഉം, ഊരുകൂട്ടത്തിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പം എന്താ പറയണെന്ന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് പോയപ്പം ശരിക്കും എല്ലാരും വന്ന്, ഉം, കുടിയിൽ എല്ലാരും ഉണ്ടായിരുന്നേ. ഉം, ഇവിടെ മാത്രല്ല വേറെ എല്ലാ ഗ്രാമവാസികളൊക്കെ വന്ന് ഉം, ഉം, അവിടെ ഞങ്ങള് പെട്ടെന്ന് പോയി. ശരിക്കും പറഞ്ഞ മഹാഭാരതത്തിലെ ദ്രൗപദി ഉണ്ടല്ലോ, ഉം. അതേ കൂട്ടായിരുന്നു. എന്റെ ശരീരത്തിൽ സാരി മാത്രം എടുത്തില്ല മാം, അത്രയും. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് തെറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല ഉം, എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് സമ്മതിച്ചില്ല. ഉം, തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞവര്. ഉം, ശരിക്കും ഞാൻ തെളിയിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ സത്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ ഉം, എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുക. സത്യം ചെയ്ത് തരാം, ഉം. എനിക്ക് തെളിയിക്കാനായിട്ട് ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അല്ല, ഒന്നും അവരുടെ തരാനായിട്ട് ആവശ്യം ഒന്നും. എന്താണ് സുധ? അവരെന്താ പറയുന്നത്? അവര് എന്താ പറയണെന്ന് വെച്ചാ ഞാൻ ചെയ്തു, ഉം, അവര് ചെയ്തു, അത്രേ ഉള്ളൂ. ചെയ്തു, അതിന്റെ മാർക്കൊന്നും പറയുന്നില്ല. ഉം, നീ ഉം, ചെയ്തവളാണ് കുറെ ഭീഷണിയൊക്കെ വന്നു. ഉം, ഉം, കാരണം ഈ നമ്മുടെ വീട് വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞ ഒരു വീടാണ്. ഉം, ഏത് സമയം പൊളിഞ്ഞു പോകുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു വീട്ടിലാണ് ഞാനും അമ്മയും അച്ഛനൊക്കെ താമസിക്കുന്നത്. ഉം, ഇവര് പറഞ്ഞു പോകും രാത്രി കിടക്കുന്ന സമയം വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു വിടാന്നൊക്കെ പറഞ്ഞതാ. ഉം, അതൊക്കെ കേട്ടിട്ട് ഞങ്ങള് പല രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല, ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഞാനും അമ്മയും പേടിച്ചിട്ട്. പിന്നെ അങ്ങനെ പോയപ്പോ ഇവര് കുറെ എന്തൊക്കെ പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കാൻ അമ്പലത്തിൽ പറഞ്ഞ് ഏം, ഈ അക്കാലത്തിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ കോടാലിയൊക്കെ ഈ ഉം, തീയിലൊക്കെ ഇട്ടിട്ട് ഉം, പഴുപ്പിച്ചിട്ട് കയ്യിലിടുല്ലോ, ഉം, 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 അതേ കൂട്ട്. അല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളത്തില് കൈ മുക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഉം, ഉം. അതേ കൂട്ടൊക്കെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ഓ, എന്നാലും ഞാൻ എല്ലാത്തിലും എനിക്കറിയത്തില്ലല്ലോ, ശരിക്കും എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ ആഴ്ച അമ്പലത്തിൽ കയറിയപ്പോ ഇവര് വേണ്ടാന്നൊക്കെ പറയുക. പേടിച്ചിട്ടാന്നാ എന്താന്ന് അറിയത്തില്ല. ശരിക്കും അത്രയും ദിവസം സത്യം വേണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്ക് സത്യം വേണ്ടെന്നൊക്കെ പറയുക. എന്നെ അമ്പലത്തിൽ പോലും കേട്ടിട്ടില്ല, അത്രയ്ക്ക് വാശിയോടെ നിൽക്കുക ഇവര്. ഉം, ഇവര് വലിയൊരു ഫാമിലിയാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ച് പറയാനൊരു പേടിയാണ്. ശരി. പിന്നെ ഞാൻ വിട്ടില്ല, എന്നാലും അമ്പലത്തിൽ കയറി ഞാൻ എല്ലാവരെയും വിളിച്ച് അവിടെ വെച്ച് എല്ലാവർക്കും മുമ്പും സത്യം ചെയ്തു കൊടുത്തു. ഉം. എന്നിട്ടും പോലും നമ്മളെ ഒരു മനുഷ്യനായിട്ട് ഇവിടെ ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുക്കാതെ തൊട്ടടുത്ത ഒരു അമ്പലത്തിലാണ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആഴി ഇറങ്ങിയത്, അതെ, അതെ. ഉം, തീ. ഉം, ഉം, ഇതിനൊക്കെ ഞാന് എല്ലാവർക്കും മുമ്പിൽ വെച്ച് തീ ചവിട്ടിയാണ് ഇന്ന് ഒരു മനുഷ്യയായിട്ട് നിൽക്കുന്നത്. ശരിക്കും അച്ഛന് ഇച്ചിരി വയ്യാത്ത ആളാണ്, അച്ഛന് അറ്റാക്ക് ഉള്ള ആളാണ്. അപ്പൊ
ഈ പ്രശ്നമൊക്കെ വിചാരിച്ചപ്പോ എന്റെ അച്ഛനെ ഓർത്ത് ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു. ആരും ഞങ്ങക്ക് ഒന്നും പറയാനില്ലായിരുന്നു ശരിക്കും. അങ്ങനെ പോയപ്പം അമ്പലത്തിലൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നപ്പം കൊറേ കടങ്ങൾ അച്ഛന് വേണ്ടിയിട്ട് കൊറേ കടങ്ങളൊക്കെ മേടിച്ചു വെച്ചു. കൂലിപ്പണി, ശമ്പളം പോരാ. MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്തു. ശമ്പളം പോരാ, അച്ഛന്റെ കടങ്ങളൊക്കെ അടയ്ക്കണല്ലോ. എന്നിട്ട് ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് ഇവിടത്തെ ഒരു കൊച്ച് തൊഴിലുറപ്പ് പണി ചെയ്തു. ആ കൊച്ച് വേണ്ടെന്ന് വെച്ച്. അപ്പൊ എനിക്ക് വേറെ മാർഗ്ഗമില്ല. എനിക്ക് തൊഴിലുറപ്പ് പണി കിട്ടുവാണെങ്കിൽ പിന്നെയും നല്ലതാണ്, കടങ്ങൾ അടയ്ക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊച്ചിനോട് മേറ്റോട് ചോദിച്ചു. മേറ്റ് എടുക്കുവാണോ, എടുക്കടി എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ വേറെ വഴിയില്ല, ഞാനും പഞ്ചായത്തിൽ പോയി. അവരെ എനിക്ക് പേപ്പർ തന്നു. എന്നിട്ട് കൊച്ചിന്റെ അടുത്ത് ചെന്ന് ഡിമാൻഡ് പേപ്പർ കൊടുത്തു. എടി നിന്റെ പേപ്പർ വന്നിട്ടുണ്ട്, എന്ന് എടുക്കുവന്ന്. എനിക്ക് ധൃതിയായിരുന്നു, എനിക്ക് ആ കടങ്ങൾ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അവള് തിരിച്ചു പറയുക, ചേച്ചി ചേച്ചി എടുക്ക്, ഞാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ, സമാധാനമായി. എനിക്ക് പിന്നെ ഏതായാലും തൊഴിലുറപ്പ് പണിയുണ്ടല്ലോ, കൂലിപ്പണിക്കും പോകാലോ പെട്ടെന്ന് എന്നും പറഞ്ഞോണ്ട് തൊഴിലുറപ്പ് പണി എടുത്തപ്പോഴേക്ക് ഇതേ വാശി പിന്നെയും വന്നു. പിന്നെ ഈ കൂട്ടര് തന്നെ പ്രശ്നം ഉണ്ടാക്കി ആ ഫാമിലി തന്നെ ഒരു മേറ്റ് ഉണ്ടാക്കി. എന്റെ കയ്യിൽ നിന്ന് മേറ്റിന്റെ എന്റെ മറ്റേ ഡിമാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അതിൽ നിന്ന് വലിച്ചെടുത്ത് ഇപ്പൊ നിലവിലെ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒരു തൊഴിലുറപ്പ് പണി പോലും ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല. ശരിക്കും അതാണ് ഭീഷണിയല്ലേ ഇത്. നമ്മള് ഈ ഗ്രാമത്തിലെ എല്ലാരും ഒരു പ്രശ്നമല്ല, എല്ലാരും നല്ലവരാണ്. ആ ഒറ്റ ഫാമിലിയാണ് ഇത്രയ്ക്കും പ്രശ്നമാക്കുന്നത്. കാരണം അത്ര കൂടുതൽ ആൾക്കാരായത് കൊണ്ടാണ്. ശരി സുധ, ശരി, എനിക്ക് മനസ്സിലായി, വ്യക്തമായിട്ട് മനസ്സിലായി സുധയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടാതെ അത് മുഴുവനും കേട്ടിരുന്നത്. ഞാൻ സുധയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, സുധയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇനിയിപ്പം അച്ഛനമ്മേനെ നോക്കണം. അതല്ല, ഇനിയിപ്പോ എനിക്കൊരു മോഡലിംഗ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇനി മെയിൻ. അച്ഛനും അമ്മയെ നോക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കുളച്ചുവയൽ കുടിയിൽ തന്നെ നിന്ന് നോക്കണമെന്നാണോ, അതോ അവരെയും കൊണ്ട് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നാണോ? അവിടെ തന്നെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അമ്മ. കാരണം എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും ഭീഷണി ഉണ്ടായിരുന്നു ഒറ്റ ഫാമിലിയിൽ നിന്ന്. ഇനിയിപ്പോ തൊഴിലുറപ്പ് പണിയില്ലാതെ, ശരിക്കും പറഞ്ഞ തൊഴിലുറപ്പ് പണിയില്ലാതെ ആ പേപ്പർ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തിട്ട് ശരിക്കും എനിക്കൊരു 4 ഫ്രണ്ട്സ് കിട്ടി. ആരെന്ന് വെച്ചാൽ എന്റെ ഈ വീടിന്റെ മൂല ഉണ്ടല്ലോ, 4 മൂല, അതായിരുന്നു എന്റെ ഫ്രണ്ട്സ്. കാര്യങ്ങളൊന്നും സംസാരിക്കാം, അവർക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പോയപ്പം കൊറേ വിഷമങ്ങൾ വന്നപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അച്ഛനമ്മീനെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയപ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് സുധ എന്നൊക്കെ വിളിച്ച് അരുൺ സാറായിരുന്നു വിളിച്ചത്. അപ്പൊ എന്താ പങ്കെടുക്കാൻ പോകുന്നുണ്ടോ സുധ എന്നൊക്കെ ചോദിച്ചു. ആ ഫോൺ കോൾ നമുക്കൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തന്നെ എടുക്കാം സുധ. എന്തായാലും ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇനിയുള്ള പ്രതീക്ഷ എന്താണ്? അവിടെ പോവുക, എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രൂമിങ് സെഷൻ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ആ സമയത്തുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ. ആദ്യത്തെ റാമ്പ് വോക്ക് ഓർത്തെടുക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? എന്തൊരു സന്തോഷമായിരുന്നു, അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും മാം. അത് ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ തീയിലൊക്കെ ചവിട്ടിയിട്ട് പോയിട്ടേ ആ റാമ്പ് ചെയ്തപ്പോ ശരിക്കും ഞങ്ങളുടെ കൊറിയോഗ്രാഫി അതുൽ സാറായിരുന്നു. സാറിന് വളരെ ഒരു നന്ദിയുണ്ട്. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹീൽസ് ഇട്ടിട്ട് നടന്നപ്പോ ചൂട് എനിക്ക് ചേരില്ല. ചൂട് ഇങ്ങനെ കാലൊക്കെ വീർത്ത് വന്ന് പൊള്ളിയിട്ടില്ല കേട്ടോ, തീയില് ചവിട്ടിപ്പോഴും പിന്നെ പൊള്ളിയിട്ടില്ല. അങ്ങനെ പോയപ്പോ എനിക്കൊണ്ട് പറ്റും, സാറും കൂടി പറയുക, സാറിന് സുധയ്ക്ക് പറ്റും, എല്ലാം പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ കേറിയപ്പോ തന്നെ ഗ്രൂമിങ് സെക്ഷനിൽ കേറിയപ്പോ തന്നെ നമ്മുടെ മിസ് കേരള ഫോറസ്റ്റ് കോഡേഴ്സില് ഒരു 6 കുട്ടികളുണ്ട്. എന്നോട് ചേർത്ത് 6 കുട്ടികളുണ്ട്. പിന്നെ മിസ് കേരളയ്ക്ക് 20 കുട്ടികളുണ്ട്. അതില് പങ്കെടുക്കാൻ ഞാൻ പോയിപ്പോ ചെറിയായിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ശരിക്കും എന്നെ തന്നെ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, ഞാൻ എല്ലാരും കുറ്റിച്ച് പറയുന്നില്ല, ഈ ഒറ്റ ഫാമിലിയാണ് കേട്ടോ, വേറെ ആരും തീർച്ചയായിട്ടും മനസ്സിലായി സുധ. അപ്പോ അവര് ഇടയ്ക്ക് പറയാം, നിന്റെ മുഖമൊക്കെ ഒരു ആണിന്റെ മുഖം പോലെ ഉണ്ട്, ഒരു കുരങ്ങിന്റെ മുഖം പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ശരിക്കും ഷോക്കായിട്ട് നിന്നപ്പോ ഗ്രൂമിങ് സെക്ഷനിൽ പോയിപ്പോണ്ടല്ലോ, കണ്ണടയും മുമ്പ് നിന്നപ്പോ
ശരിക്കും ഞാൻ സുധയാണ്, എന്തും എനിക്ക് പറ്റും എന്നൊരു വിചാരണ വന്നു കേട്ടോ. എനിക്ക് ശരിക്കും സന്തോഷമുള്ള ഒരു വാക്കായിരുന്നു അത്. എനിക്ക് സാറുമാര്, അറോറ ഫിലിം ടീം എല്ലാവരും നമുക്കൊരു സപ്പോർട്ട് തന്നപ്പോ വളരെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ സാറിന് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞോളൂ, കേൾക്കാം സുധ. കേൾക്കാലോ. അപ്പൊ അതാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ കാര്യം കൂടി പറയൂ, അവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു പിള്ളേരിങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും ഞാൻ റൂമിൽ കയറുക അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക, ഞാൻ നോമ്പൊക്കെ കഴിഞ്ഞ് രാവിലെ ഇങ്ങനെ മുടി പോലും ഈരിയിട്ടില്ല, ഈ മഞ്ഞളൊക്കെ മുഖത്ത് തേച്ചിട്ടാണ് പോയത്, കാലുപോലും കഴുകിയിട്ടില്ല. പെട്ടെന്ന് അവിടെ പോയപ്പം എന്റെ പിള്ളേരിങ്ങനെ മിസ് കേരള ഫോറസ്റ്റ് കോഡസിലുള്ള കുട്ടികള്, 2 കുട്ടികൾ വന്നിട്ട് സുധ ചേച്ചിയല്ലേ, സുധ ചേച്ചി എന്നൊക്കെ ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അറോറ ഫിലിം ടീം എല്ലാരും കണ്ടു. പിന്നെ നമ്മുടെ മിസ് കേരള കുട്ടികളും അതുപോലെ. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പം ശരിക്കും ഞാൻ ഞെട്ടി കേട്ടോ, ശരിക്കും ഞാൻ ഞെട്ടി. വേറെ 2 സ്ഥലത്തിലൊക്കെ പോയപ്പോഴേ ST കുട്ടിയാന്നും പറഞ്ഞുകൊണ്ട് ഒതുക്കി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, എന്റെ അനുഭവത്തിലുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ പോയപ്പോ ഈ മിസ് കേരള കുട്ടികളുണ്ടല്ലോ, 20 കുട്ടികളും അതുപോലെ അറോറ ഫിലിം ടീം അതുപോലെ തന്നെ ഞങ്ങളുടെ ഫോറസ്റ്റ് കോളേജിലുള്ള കുട്ടികളും എല്ലാരും നമ്മളെ ഒറ്റക്കെട്ടിലാണ് നോക്കുന്നത്. ജയിക്കണം, സുധ ജയിക്കണം, അല്ലെങ്കിൽ സുധയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സുധ നല്ല രീതിക്ക് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മോട്ടിവേഷൻ ഒക്കെ പിള്ളേരും അതുപോലെ നല്ലൊരു സപ്പോർട്ടാണ് പിള്ളേര്. അങ്ങനത്തെ പിള്ളേർ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല ഈ മിസ് കേരളയും ഫോറസ്റ്റ് കോഡസിലുള്ള കുട്ടികളെ. കേൾക്കുമ്പോ ഭയങ്കര ശരിക്കും ഞാൻ സന്തോഷം ഞെട്ടി തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരും ഒരുപോലെ നിന്ന് സുധയുടെ ഒപ്പം നിന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അവിടൊക്കെ ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ തന്നെ അവരൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, വക്കീലുണ്ട്, എഞ്ചിനീയർ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു കൂലിക്കാരി. അപ്പൊ അങ്ങനെ ഓർത്തപ്പോ എന്നെയും കൊണ്ട് അവര് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഫോൺ കോളൊക്കെ എല്ലാരും വരുന്നുണ്ട്, പിള്ളേരെയൊക്കെ വിളിക്കുന്നുണ്ട്, സുധ ചേച്ചി എങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഫോറസ്റ്റ് കോഡസിൽ വെച്ച് പറഞ്ഞാൽ തന്നെ പിള്ളേരുണ്ടല്ലോ, ഈ ട്രെയിനിങ് തന്നിട്ട് രാത്രി 2 മണി വരെ ട്രെയിനിങ് തരും കേട്ടോ. അവിടുത്തെ ഒരു കുട്ടിയുണ്ട്, അമ്മാന്റെ കുട്ടി ഭയങ്കര ഒരു ആക്റ്റീവാണ് കേട്ടോ. നമ്മുടെ STയില് ആ കൊച്ചു ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ കാര്യത്തിലും എഞ്ചിനീയർ ആണ്. നമുക്ക് എല്ലാ സപ്പോർട്ടുകള്. കാരണം ഞങ്ങൾ ഇച്ചിരി പുറകോട്ട് ഇങ്ങനെ നിന്നാൽ തന്നെ ആ കൊച്ച് അല്ല ഇങ്ങനെയാണ്, ട്രെയിനിങ്ങിൽ ഇതാണ്, 2 മണി വരെ നമുക്കൊരു മടിയില്ലാതെ നമുക്കെല്ലാം പറഞ്ഞു തരുന്നു. വളരെ സുധ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി പുറകോട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം നിൽക്കരുത് എന്ന് ഒരുപാട് പേര് ഇങ്ങനെ സുധയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുധ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തന്നെ പുറകിലേക്ക് പോവരുത് ഇനിയും. കാരണം നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് കണ്ണാടിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഞാൻ സുധാലക്ഷ്മി എന്ന് തോന്നിയില്ലേ? ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് അടുത്ത മത്സരത്തിലേക്കുള്ള? തീർച്ചയായും മാം, പിള്ളേരൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് അയക്കുന്നുണ്ട്. അവർക്കിടെ അവര് ട്രെയിനിങ് എടുക്കുന്നതൊക്കെ അയക്കുന്നുണ്ട്. സുധ എങ്ങനെയാണ് ഭക്ഷണവും വർക്കൗട്ടും ഒക്കെ വേണ്ടേ സുധ ഇതിന്? ഉണ്ട്. ഡയറ്റ് ഒക്കെ നോക്കി തുടങ്ങിയോ? ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ നമ്മള് അത് നോമ്പിന്റെ കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ടൈറ്റിങ് ആയിട്ടല്ലേ, അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ശീലിച്ചു പോയി. നോമ്പൊക്കെ ആകുമ്പോ നമ്മള് വൈകിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്, അതുപോലെ തന്നെ ഫുഡാവട്ടെ എല്ലാം ഇങ്ങനെ ടൈറ്റിങ് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ശരി, ഈ പിള്ളേരെ കുറിച്ച് വാദോരാതെ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം, അവരെ അവിടേക്ക് വിളിച്ചോ, കുടിയിലേക്ക് വിളിച്ചോ? നമ്മുടെ മിസ് കേരള ഫോറസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയില്ലേ അവിടെ ഒരുപാട് പേരെ? തീർച്ചയായിട്ടും ഫ്രണ്ട്സ് 1, 2 അല്ല, 26 കുട്ടികളാണെങ്കിൽ 25 കുട്ടികൾ എന്നോട് ചേർത്താണ് 26 കുട്ടികൾ. 25 കുട്ടികളാണെങ്കിൽ 25 കുട്ടികളും നല്ലൊരു സപ്പോർട്ട്, നല്ലൊരു കുട്ടികളാണ് കേട്ടോ. ശരിക്കും ഞാൻ അങ്ങനത്തെ കുട്ടികളെ ഞാൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ആ ഭാഗ്യമായത് കേട്ടോ, അവരോടൊക്കെ ഇങ്ങനെ പങ്കെടുക്കാൻ. ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ പിള്ളേരോട് കൂടെ നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയതില്. എന്നാണ് മത്സരം? എന്നാണ് ഇനി തീർച്ചയായിട്ടും മാം, എനിക്ക് ജൂലൈ എന്നൊക്കെ പറയുന്ന ഡേറ്റ് ഒന്ന് ഫിക്സ്
ഇല്ല. ശരി, ജൂലൈയിലപ്പോൾ ആ മത്സരത്തിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ സുധയ്ക്ക്. ഈ പറഞ്ഞ കൂട്ടുകാരൊക്കെ അങ്ങേ അറ്റം വരെ ഉണ്ടാകട്ടെ സുധയുടെ കൂടെ. പിന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് നെഗറ്റീവുകൾ അതെല്ലാം മാറ്റി വയ്ക്കുക. നമ്മുടെ പോസിറ്റിവിറ്റി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിലൊന്നും ഒരു കാര്യമില്ല. ഒരൊറ്റ കുടുംബമല്ലേ, അതിനങ്ങ് വിട്ടേക്ക്. കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, നേരത്തെ സുധ പറഞ്ഞു. അവർക്കൊക്കെ നന്ദി പറഞ്ഞില്ലേ, നേരത്തെ എന്നെ പുച്ഛിച്ചവർക്കൊക്കെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞില്ലേ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. സുധ, അവിടെ കോമ്പറ്റീഷന് ജയിക്കുമ്പോൾ ഞാൻ ന്യൂസ് 3 വാർത്ത കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എല്ലാവിധ ആശംസകളും. നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. നേരത്തെ പറഞ്ഞ അച്ഛനെ അമ്മയെ നോക്കണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ കുളിച്ചുവയൽക്കുടിയിലെ സുധ എന്ന് അറിയട്ടെ. സുധയുടെ പേരിൽ അവിടെ അറിയട്ടെ. അതുകൊണ്ട് അവിടെയുള്ള ബാക്കി നെഗറ്റിവിറ്റി എല്ലാം വിട്ട് പോസിറ്റീവായി മുന്നോട്ട് പോകൂ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി. താങ്ക് യു മാം.